ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കല്ലുമ്മക്കായ കൊണ്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള റോസ്റ്റാണ്. നമ്മൾ തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു അടിപൊളി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോളം ഉണ്ട് കേട്ടോ കല്ലുമ്മക്കായ. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത്, ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കുക കേട്ടോ. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. കല്ലുമ്മക്കായയും കക്കായൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വയറിനൊക്കെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വേവിച്ചെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പകുതിയോളം വറ്റിയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഞാൻ കോരി മാറ്റി അതേ ചട്ടിയിൽ തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ചെറിയ ഉള്ളി കുറച്ചൊരു 10-15 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഉള്ളിയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റാം. അതിനുശേഷം ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് കുറച്ചൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെന്ത് വന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളാണ് കേട്ടോ. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഞാൻ ഇവിടെ കുരുമുളക് പൊടിയാണ് കൂടുതലിട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ്. അത് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ അധികം അരപ്പൊന്നുമില്ല. നമ്മൾ മല്ലിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. എങ്കിലും അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റോസ്റ്റായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ വേവിച്ച് വെച്ചിരുന്ന കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അരപ്പൊക്കെ കല്ലുമ്മക്കായയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.